പൊടി കൊണ്ടുള്ള പാലപ്പത്തിന് വേണ്ടിയ സാധനങ്ങൾ: 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ബ്രാഹ്മിൻസിൻ്റെ അപ്പം ഇടിയപ്പപ്പൊടി എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുട്ടുപൊടി ഒഴിച്ച് ബാക്കി വറുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി ഒക്കെ വേണം നിങ്ങൾക്ക് ഇതിനായിട്ട് പാലപ്പത്തിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടിയത് പശുവിൻ പാലാണ്. ഇത് ഞാൻ 1/2 കപ്പ് പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എത്ര വേണമെന്ന് പറയാൻ പറ്റില്ല. കാരണം മാവ് കലക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത്ര വെള്ളം നമുക്ക് ആവശ്യമായി വരുമെന്നുള്ളത്. പിന്നെ ഈസ്റ്റ് വേണം. ഇതൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയുള്ള ഈസ്റ്റ് വേണം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ വേണ്ടത് കപ്പി കാച്ചാനായിട്ട് ഇതൊരു 4 ടീസ്പൂൺ അരിപ്പൊടിയുണ്ട്. പാലപ്പത്തിനെടുത്ത അതേ അരിപ്പൊടി തന്നെയാണ് ഞാൻ കപ്പി കാച്ചാനായിട്ടും എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കപ്പി കാച്ചാം. ഞാൻ പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോഴാണ് ഞാൻ ഗ്യാസ് ഓണാക്കാൻ പോകുന്നത്. ലോ ഫ്ലെയിമിൽ ഇടുക. കൈ വിടാതെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ ഞാനത് ഓഫ് ചെയ്യുവാണ്. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് കുറുകും. പിന്നെ ഒരു ചെറു ചൂടോടുകൂടി നമുക്കിത് ഒത്തിരി തണുക്കാൻ നിൽക്കേണ്ട. കാരണം ഒരു ചെറു ചൂടോടുകൂടി നമുക്കിതൊന്ന് ആകുമ്പോഴത്തേക്ക് നമുക്കിത് മിക്സിയിൽ ബാക്കി എല്ലാ സാധനം കൂട്ടി അടിച്ചെടുക്കണം. ഈ എല്ലാ സാധനം കൂട്ടി ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അടിക്കാൻ പോവാണ്. കാരണം കട്ടയൊന്നും ഇല്ലാത്ത മാവായിരിക്കണം നമ്മുടെ പാലപ്പത്തിന്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗളിലോട്ടിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു കട്ടയില്ലാത്ത മാവ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എളുപ്പമാർഗം ചെയ്യുന്നത്. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു പകുതി അരിപ്പൊടി ആദ്യം ഇടും. കാരണം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോഴും പാൽ എടുക്കുമ്പോഴും ഓർക്കണം, ഒത്തിരി കൂടാൻ പാടില്ല. കുറച്ചായിട്ട് ഇതെടുക്കാം. നമുക്ക് വേണേൽ പിന്നെ വെള്ളം ആഡ് ചെയ്യാം. പക്ഷേങ്കിൽ വെള്ളം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാദ്യം ഒന്ന് അടിച്ച് നോക്കട്ടെ, അതിന് ശേഷം വരാം. അപ്പം വെള്ളം ഇനിയും വേണം. അപ്പം അതിനായിട്ട് ഞാൻ എന്തെടുക്കാന്ന് വെച്ചാൽ പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 1/2 ഗ്ലാസ് പാലൊഴിച്ചു. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ ചേർക്കുവാണ്. വെള്ളം കൂടെ ഒഴിക്കുവാണ്. 1 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലുമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ മിക്സിയുടെ ജാറിൽ ഇതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വലിയ ബൗളിലോട്ട് ഇത് മാറ്റണം. വലിയ ബൗളിൽ വേണം നിങ്ങൾ പാലപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു പോകാൻ. കാരണം ഈസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് പുളിച്ച് പൊങ്ങും. ഇപ്പോൾ ചെറിയ ബൗളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുളിച്ച് പൊങ്ങി താഴെ വീണ് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഒരു വലിയ ബൗളിലേക്ക് വേണം പാലപ്പത്തിൻ്റെ ഈ മിക്സ് ഒഴിക്കാനായിട്ട്. ഈ ഒരു പരുവമുണ്ടോ മാവ്. ഇപ്പം ഞാൻ ഗ്യാസ് സ്റ്റവിന് മുകളിലാണ് മാവ് വെച്ചിരിക്കുന്നത്. ഒരു 6 hours കൊണ്ട് മാവ് പൊങ്ങുമായിരിക്കും. കാലാവസ്ഥയുടെ അനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകും. അപ്പം മാവ് പൊങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നല്ല സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കാം. ഇപ്പോൾ ഞാനൊരു 6 മണിക്കൂറായി ഈ മാവ് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ കൂട്ടി യോജിപ്പിക്കുവാണ്. ഇനി ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു 6 മണിക്കൂർ ആയപ്പോഴത്തേക്ക് തന്നെ മാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ അരയ്ക്കുമ്പോൾ മാവ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഇതൊരു 5 മിനിറ്റ് ഈ ഉപ്പൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കാം. സ്റ്റിക്കിൻ്റെ പാലപ്പച്ചട്ടിയാണ്. ഈ ചട്ടിക്കൊരു ചൂടുണ്ടായിരിക്കണം. ഒത്തിരി ചൂട് കൂടാൻ പാടില്ല, എന്നാൽ ഒത്തിരി ചൂട് കുറയാനും പാടില്ല.
ആ ഒരു മീഡിയം തീ വേണം നമ്മൾ പാലപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അതായത് മാവ് വലിക്കുന്ന സമയത്ത് ഒരു മീഡിയം ചൂട് ഉണ്ടായിരിക്കണം. ഞാൻ മാവ് ഒഴിക്കാൻ പോവാണ്. കാരണം മാവ് ഇപ്പം ഒരു ഒച്ച കേൾക്കുന്നില്ലേ, അപ്പോൾ അത് പാലപ്പച്ചട്ടി ചൂടായതിന് ശേഷമാണ്. അപ്പോൾ ഒരു മീഡിയം തീയിൽ നമ്മൾ വെക്കുവാണ്. അതിന് ശേഷം കണ്ടോ, ഇത് നമ്മുടെ പാലപ്പം കറക്റ്റായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് കണ്ടത്, എല്ലാ കൊമ്മളകൾ വരുന്നുണ്ട്. അതിന് ശേഷം ഒരു മീഡിയം തീയിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ഇതിൻ്റെ നടുഭാഗമൊക്കെ ഒന്ന് വേവണം. ഇരുമ്പ് പാലപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്, കാരണം നല്ലതായിട്ട് അത് ക്രിസ്പി ആകും. അപ്പോൾ അതേ ക്രിസ്മസ് സ്പെഷ്യൽ സോഫ്റ്റ് പാലപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല സോഫ്റ്റാണ്. ഞാൻ വെറും വാക്കല്ല പറയുന്നത്, നിങ്ങൾക്കത് ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്കത് അറിയത്തുള്ളൂ. അത്രയ്ക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഈ ക്രിസ്മസ് കാലത്ത് ഇതുണ്ടാക്കണം. ബാച്ചിലേഴ്സിന് വരെ തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം, നല്ല പൂ പോലത്തെ പാലപ്പം നിങ്ങൾക്കും തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമാധാനത്തിന് നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഡോണ കിച്ചൺ നല്ല റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.